ആദ്യ ദിനം 15 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ കളങ്കാവൽ 2 ദിവസം കൊണ്ട് 31 കോടിക്ക് മുകളിലാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. വീക്കെൻഡ് കളക്ഷൻ ഏതാണ്ട് 44 കോടിക്ക് മുകളിലായിരിക്കുമെന്നാണ് പ്രൊജക്ഷൻസ് വരുന്നത്. ഏതായാലും മമ്മൂട്ടിയുടെ കരിയറിലെ 3 ദിവസത്തെ വീക്കെൻഡ് കളക്ഷൻ പരിഗണിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് കളങ്കാവൽ നേടിയത്. കാലങ്ങൾക്ക് ശേഷം വില്ലൻ വേഷത്തിലെത്തിയ മമ്മൂക്കയുടെ ഗംഭീര പ്രകടനമാണ് സിനിമയുടെ ഹൈലൈറ്റ്. മമ്മൂക്കയുടെ ഗംഭീര പ്രകടനത്തോടൊപ്പം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ത്രില്ലർ സിനിമ ഒരുക്കിയ ജിതിൻ കെ ജോസിന്റെ മികവും സിനിമയ്ക്ക് വലിയ രീതിയിൽ സഹായകമായി. വിനായകൻ നായകനായി എത്തിയപ്പോൾ ഗംഭീര പ്രകടനവുമായി മമ്മൂട്ടി വില്ലൻ വേഷത്തിൽ തിളങ്ങിയെന്ന് പറയാം. കേരള ബോക്സ് ഓഫീസിലും GCCയിലുമാണ് ഗംഭീര കളക്ഷൻ കളങ്കാവൽ നേടുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും റെസ്റ്റ് ഓഫ് വേൾഡ് മാർക്കറ്റിലും വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാൻ മമ്മൂട്ടി ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി ചിത്രമായ കളങ്കാവൽ മാറുമോ എന്നുള്ളത് വൈകാതെ അറിയാൻ കഴിയും. ബോക്സ് ഓഫീസിൽ വീക്കെൻഡ് കളക്ഷൻ കഴിഞ്ഞ് സിനിമ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിന് അനുസരിച്ചായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരിക. അവസാനം ഇറങ്ങിയ പരാജയ ചിത്രമായ ഡൊമിനിക്കിന്റെ ക്ഷീണം മമ്മൂട്ടി കമ്പനി തീർക്കുന്ന ചിത്രമായി കളങ്കാവൽ മാറിയിട്ടുണ്ട്. മികച്ച പ്രതികരണം ആദ്യ ഷോയ്ക്ക് ശേഷം ലഭിച്ച കളങ്കാവൽ ബോക്സ് ഓഫീസിലും വലിയ രീതിയിൽ കളക്ഷൻ നേടുന്നത് മമ്മൂട്ടി കമ്പനിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷൻ ലക്ഷ്യമാക്കി വരുന്നതല്ല. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈകാതെ ആരംഭിക്കും.